നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയാലോ? സാവകാശം അറിയാത്തവർക്ക് പഠിക്കാനും പറ്റും. അത്ര വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഒരുമാതിരി എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞൊരു ബിരിയാണിയാണ്. അതിനാവശ്യമായ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങ നീര്, എല്ലാം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നല്ല പോലെ ഒന്ന് ഞെരടി വെക്കണം. നല്ല പോലെ ഒന്ന് ഞെരടി ഒരു അരമണിക്കൂർ നേരം വെച്ചേക്കണം. നല്ല ഒരുമാതിരി ഒത്തിരി പേർക്ക് ഞാൻ എൻ്റെ ബിരിയാണി കൊടുത്തിന്, എല്ലാവർക്കും ഇഷ്ടമെന്നാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞതാണ്, എനിക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് തിന്നുമ്പോൾ എനിക്കും കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഇത് പിടിക്കണം, അല്ലെങ്കിൽ പിന്നെ ഈ ഇറച്ചി എല്ലിൽ നിന്നങ്ങ് വിട്ടുപോകും. അതുകൊണ്ട് നല്ലപോലെ പിടിപ്പിച്ച് നമുക്ക് ജീരക അരിയിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുണ്ട് ചെറിയ അരി, ജീരക അരി. അത് 1 കിലോ അരിയാണ്. അതിൽ എത്ര ഗ്ലാസ് അരി? ഇതുപോലത്തെ ഒരു ഗ്ലാസ്സാണ്, 3.5 ഗ്ലാസ് എടുക്കും. 1 കിലോയിൽ ഇത്രയും ബാക്കിയുണ്ട്. ഈ ഗ്ലാസ്സിന് 8 ഗ്ലാസ് വെള്ളം ഞാൻ ഈ കലത്തിലാണ്. 8 ഗ്ലാസ് വെള്ളം. ഇതിലോട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ അതേപടി ഇടല്ല ഒരിക്കലും. ഭയങ്കര വിഷം അടിച്ചിട്ടാണ് ഈ ഏലക്ക ഇതാക്കിയെടുക്കുന്നത്. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാനൊരിക്കലും തോടോടുകൂടി ഇടൂല, അതിൻ്റെ തരിയേ ഇടുള്ളൂ. ഇതാ, ഞാൻ കുക്കറിലാണ് ചോറ് വേവിക്കുന്നത്. അതിലോട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതിലോട്ട് ഇതാ ഈ സവോള, കുറച്ച് ഉപ്പും ഗരം മസാലയും കൂടെ നല്ലോണം ഞെരുടിയതാണ്. അപ്പോൾ ഉള്ളി തിന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക, അതിന് വേണ്ടിയാണ്. അപ്പം നല്ല പോലെ ഞെരുടി, ഇനി ഇത് നല്ല ബ്രൗൺ നിറമാകുന്നവരെ വറുത്ത് പോരണം. അത് ഈ ചോറിൻ്റെ മേലെ ഇടാനാണ്. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും അണ്ടിപ്പരിപ്പ് നല്ലോണം ഒന്ന് മൂക്കണം. മൂത്ത് കഴിഞ്ഞ് അതിലോട്ട് മുന്തിരി, അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഗ്ലാസ് ഇത് ചമ്മന്തി, ഇത് പ്രത്യേകതരം ചമ്മന്തിയാണ്. കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പുതിനയില, മല്ലിയില എല്ലാം കൂട്ടി, തേങ്ങയും കൂട്ടി, ഉപ്പും കൂട്ടി അരച്ച് നല്ല വയറിനെല്ലാം നല്ല മഴക്കാല സുഖം കിട്ടും. ഇത് നാരങ്ങ അച്ചാർ. ഇതാ നല്ല പോലെ കഴുകി വെള്ളമെല്ലാം തോർന്ന് അത് ഈ എണ്ണയിലോട്ടിടാവേ. അരി നല്ലപോലെ കഴുകി എണ്ണയും വെളിച്ചെണ്ണയും ഒഴിച്ചതിൻ്റെ അകത്തോട്ടിട്ട് അത് വറുത്ത് അതിലോട്ടിട്ടു നല്ല പോലെ ഒന്ന് വറക്കണം. ഈ അരി ഒന്ന് നല്ല ഇതുപോലെയല്ല, നല്ല പൊട്ടൽ, ഒരു മുറുക്കം വരണം, അതുവരെ ഒന്ന് ഇളക്കണേ. ഇത് ക്യാരറ്റും ബീൻസും കൂടെ ഇത് ഒരുമാതിരി ചോറിതാ നല്ല ഒരു മുറുക്കം വന്നേ. ഇതാ തിളപ്പിച്ച് വെച്ച വെള്ളം, നല്ല പോലെ വെട്ടിത്തിളച്ച വെള്ളം ഞാൻ ഇതിൻ്റെ അകത്ത് ഒഴിക്കുവാണ്. ഉപ്പും കൂട്ടി വെള്ളം തിളപ്പിച്ചത്. ഉപ്പ് ഞാൻ ഇടുന്നത് കാണിച്ചില്ലേ, പക്ഷെ ഉപ്പും കൂട്ടിയാണ് ഇത്. 8 ഗ്ലാസ് വെള്ളം. ഈ അരി ഇപ്പം ഞാൻ കാണിച്ചതിന് കണക്കാണ് 8 ഗ്ലാസ് വെള്ളം. അല്ല, നല്ല പോലെ ഒന്ന് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. നല്ല പോലെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം എന്നിട്ട് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി വെള്ളവും ചേർത്ത് നല്ലപോലെ വേവിക്കുക. അതിന് വെളിച്ചെണ്ണയും ഒഴിച്ച് ഇത് നല്ല പോലെ ചെറിയ തീയിൽ നല്ലോണം മൊരിച്ചെടുക്കുക. ചെറിയ തീയിൽ മൊരിച്ചെടുക്കുകയാണെങ്കിൽ ഉള്ളെല്ലാം നല്ല പോലെ വെന്ത് കിട്ടുക. ഞാൻ അടച്ചാണ് വേവിക്കുക. അപ്പം നല്ല പോലെ വെന്ത് കിട്ടുക. എല്ലാം അടുക്കി ഒരുമിച്ച് തന്നെ അങ്ങ് വെച്ചേക്കും. 2 ട്രിപ്പൊന്നും ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്.
നല്ലോണം അടച്ചങ്ങ് വേവിക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെന്തും കിട്ടും. നല്ല പോലെ ഇതാ വെന്തിട്ടുണ്ട്. ചോറ് ഇതുണ്ട്, പാകത്തിന് വെന്തിട്ടുണ്ട്. ഇറച്ചീൻ്റെ മസാല തയ്യാറാക്കുവാണ്. അതിനാവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇതാ എണ്ണയിലോട്ട് ഇടുവാണ്. എണ്ണയിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ പച്ചച്ചുവ മാറി കഴിയുമ്പോൾ ഇത് ഉള്ളി തക്കാളി ഞാൻ കുക്കറിലാണ് വേവിച്ചത്. ദിവസം ഇതാ മല്ലിയിലയും പൊതിനയും മല്ലിയിലയും എല്ലാം കൂടി ഇതൊന്ന് മുറിച്ച് വെച്ചത് എല്ലാം കൂടെ നല്ലപോലെ ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. അതുപോലെ ഇറച്ചി മുരിഞ്ഞത് ഈ മസാലയിലോട്ട് ഇടുക. ഇതുണ്ടോ മസാലയിലോട്ട്. എന്നിട്ട് ഒന്ന് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ഇരപ്പെല്ലാം പിടിക്കണം. ഇങ്ങനെ ഒരു 2 കഷ്ണം ഇങ്ങനെ വെക്കും. എന്നിട്ട് പിന്നെയും ചോറ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചോറ് വെക്കുക. എന്നിട്ട് അതിലോട്ട് ഉള്ളി ഇങ്ങനെ മുന്തിരിങ്ങ, കാഷ്യൂനട്ടെല്ലാം ഇങ്ങനെ വിതറി എന്നിട്ട് ഒരു 2 കഷ്ണം ഇങ്ങനെ വെക്കും. അതിൻ്റെ ഗ്രേവിയും ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെയും ഉള്ളി ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ആക്കി നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇത് ഇങ്ങനെയൊന്ന് ഇതാലിയല്ല ഇതൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് കുറച്ച് സമയം അടച്ച് വെക്കുക.